മുനമ്പത്ത് നിന്ന് മത്സ്യബന്ധനത്തിന് പോയ ബോട്ട് കൂട്ടിയിടിച്ചിട്ടല്ല അപകടത്തിൽപ്പെട്ടതെന്ന വെളിപ്പെടുത്തലുമായി രക്ഷപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ രംഗത്ത്. ബോട്ടിന്റെ അടിഭാഗത്തായി നാവികസേനയുടെ അന്തർവാഹിനി ഉയർന്നു വന്നതോടെ നിമിഷനേരം കൊണ്ട് ബോട്ട് കടലിൽ മുങ്ങി പോവുകയായിരുന്നുവെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ വെളിപ്പെടുത്തൽ. അപകടത്തിൽ കാണാതായ 2 മത്സ്യത്തൊഴിലാളികളെ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. മുനമ്പത്ത് നിന്ന് മത്സ്യബന്ധനത്തിന് പോയ ബോട്ട് ഗോവൻ തീരത്ത് അപകടത്തിൽപ്പെട്ടത് നാവികസേനയുടെ അന്തർവാഹിനി അപ്രതീക്ഷിതമായി ജലത്തിനടിയിൽ നിന്ന് ഉയർന്നത് മൂലമെന്നാണ് രക്ഷപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ വെളിപ്പെടുത്തുന്നത്. ഗോവയിൽ നിന്ന് 70 നോട്ടിക്കൽ മൈൽ അകലെ നങ്കൂരമിട്ട മാർത്തോമ ബോട്ടിന്റെ അടിഭാഗത്തായി അന്തർവാഹിനി ഉയർന്നു വന്നതോടെ നിമിഷനേരം കൊണ്ട് ബോട്ട് കടലിൽ മുങ്ങിയെന്ന് രക്ഷപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ അറിയിച്ചതായി ബോട്ടുടമ പറഞ്ഞു. വൈകിട്ട് 7:30 മണിക്ക് കയറിട്ടപ്പോൾ ഞങ്ങൾ മീൻ കിട്ടിയില്ല. പിന്നെ ആങ്കർ എടുക്കാൻ തോന്നിയപ്പോൾ ഇഞ്ച് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുങ്ങി കപ്പൽ വന്ന് ഇടിച്ച് പൊക്കി ഒരു സെക്കൻഡിൽ ബോട്ട് കമന്ന് ആൾക്കാരെ 5 ആൾ അവർ കയറ്റി. ബാക്കി ആൾക്കാർ നീന്തി 6 ആൾ പുറമെ ബോട്ട് ലൈറ്റ് കിടന്നപ്പോൾ ബോട്ടിലെ കയറി. പിന്നെ 2 ആൾ മിസ്സിങ്, 2 ആൾ കിട്ടിയില്ല. ഞങ്ങൾ 11 ഇപ്പോൾ ഇവിടെ ഉണ്ട്. നവംബർ 15-നാണ് മുനമ്പത്ത് നിന്ന് മത്സ്യബന്ധനത്തിനായി ഇവർ തിരിച്ചത്. 21-ന് രാത്രിയായിരുന്നു അപകടം. കാണാതായ ശ്രാങ്ക്, ജനീഷും രമേശും ബോട്ടിന്റെ ക്യാബിനിലായിരുന്നു. മറ്റ് 11 പേർ തെറിച്ചു കടലിൽ വീണു. ഇവരെ നേവിയുടെ കപ്പലുകൾ രക്ഷിച്ചെന്നും ബോട്ടുടമ പറഞ്ഞു. കാണാതായ 2 മത്സ്യത്തൊഴിലാളികൾക്കായുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. സംഭവത്തിൽ നാവികസേന അന്വേഷണം ആരംഭിച്ചു. കാർവാറിൽ നിന്നുള്ള ഉദ്യോഗസ്ഥൻ ബോട്ടുടമയുടെയും മത്സ്യത്തൊഴിലാളികളുടെയും മൊഴിയെടുത്തിട്ടുണ്ട്. നിരവധി റഡാറുകളും മറ്റുമുള്ള അന്തർവാഹിനി ബോട്ടിനടിയിൽ ഉയരാനിടയായ സാഹചര്യം അന്വേഷിക്കണമെന്നും ബോട്ടുടമ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പറവൂർ. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,